നമസ്കാരം. DC അരുൺ മാത്തേശ്വരൻ സംവിധാനം ചെയ്ത ലോകേഷ് കനകരാജും വാമിക ഗബ്ബിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ. രസകരമായൊരു ഹീറോയിസത്തിൻ്റെ കഥ. ഹീറോ എന്നാൽ ആണാണോ പെണ്ണാണോ അങ്ങനെയൊന്നുമില്ല. ആണും പെണ്ണും തോക്കും പൂവും എല്ലാം കൂടി ഒരു അർമാദിക്കലാണ്. കുറച്ച് വൈകിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറച്ച് വിശദാംശം പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലറായിട്ട് തോന്നുന്നതും ഉണ്ടാകാം. 18+ ആണ് സിനിമ. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന എൻ്റെ അനുഭവത്തിൻ്റെ കഥ കേട്ടിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് സിനിമ കാണാൻ പോകണം എന്നില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് സിനിമ. ഈ പേര് കേൾക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിലും സാഹിത്യത്തിലും ആദ്യം നമുക്ക് ഓർമ്മ വരിക ഒരു പ്രണേതാവിനെയാണ്. പക്ഷേ ഒരു ദുരന്തത്തിൻ്റെ കഥ കൂടിയാണ് അത്. സാമൂഹിക വ്യവസ്ഥിതിയോട് പൊരുതാൻ കഴിയാതെ നിസ്സഹായനായി നിന്ന ഒരാൾ അവസാനം സ്വന്തം വേദനയിൽ തന്നെ മുങ്ങിത്താഴ്ന്ന് അവസാനിച്ച 1917 ശരത്ചന്ദ്ര ചതോപാധ്യായ എഴുതിയ ബംഗാളി നോവൽ ദേവദാസ് അങ്ങനെ ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയത് അങ്ങനെയാണ്. ദേവദാസ്, പാർവതി, ചന്ദ്രമുഖി, പിന്നെ പ്രണയം, നഷ്ടം, നിരാശ, ആത്മനാശം. ഒരു നൂറ്റാണ്ടിലേറെ കാലം ദേവദാസിൻ്റെ കഥ മലയാളി പല രൂപത്തിലും കണ്ടിട്ടുണ്ട്. മലയാളി മാത്രമല്ല, വിവിധ ഇന്ത്യൻ മനുഷ്യരെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളിലേക്ക് പല നിലയിൽ നാടകമായും സിനിമയായും കവിതയായും വിലാപകാവ്യമായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അരുൺ മാത്തേശ്വരൻ ദേവദാസിനെ വീണ്ടും വായിക്കുന്നത് DC എന്ന സിനിമയിലൂടെ വായിക്കുന്നത് വേറൊരു രീതിയിലാണ്. DCയുടെ ഫുൾ ഫോം ദേവദാസ് ചന്ദ്ര എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. ലോകേഷ് കനകരാജിൻ്റെ ദേവദാസ്, വാമിക ഗബ്ബിയുടെ ചന്ദ്ര. അമ്മാതിരി രണ്ട് കഥാപാത്രങ്ങളാണ്. പിന്നെ സഞ്ജന കൃഷ്ണമൂർത്തിയുടെ പാർവതിയും ഉണ്ട്. പേരുകൾ മാറുന്നില്ല, എന്നാൽ കഥയുടെ ഗതി ഒക്കെ മാറുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രത്യയശാസ്ത്രം മാറുന്നുണ്ട്. എന്നാൽ ദേവദാസിനുള്ളിൽ നിന്നാണ് DC ഉണ്ടായത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയും. ഏത്? നമ്മുടെ പഴയ നോവലിൽ നിന്ന്. ദേവദാസിൻ്റെ ചില അടിസ്ഥാന വികാരങ്ങളെ എടുത്ത് മാതേശ്വരൻ അവയെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രത്യയശാസ്ത്രത്തിലേക്ക്, ലക്ഷ്യബോധത്തിലേക്ക് പറിച്ചു നടുകയാണ്. അതാണ് കൗതുകം. ദേവദാസിലെ പ്രണയത്തിൻ്റെ അംശം, അതിലേക്ക് വിപ്ലവത്തിൻ്റെ രോഷാഗ്നി, അതിലൂടെ തോക്ക്, അതിലേക്ക് അധികാരത്തിനോടുള്ള രോഷം, പോരാട്ടം, അങ്ങനെ എല്ലാം ചേർത്ത് വെക്കുമ്പോൾ DCയെ നമുക്ക് വേണമെങ്കിൽ പുതിയ കാലത്തിൻ്റെ ദേവദാസ് എന്ന് വിളിക്കാം. പഴയ ദേവദാസ് പ്രണയത്തിൽ തോറ്റ മനുഷ്യനായിരുന്നു. ഇവിടുത്തെ ദേവദാസ് തോൽക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യനാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസവും. ദേവദാസ് മാറിയപ്പോൾ കഥയുടെ ആത്മാവും മാറുന്നുണ്ട്. ഈ ദേവദാസ് നിരാശയാൽ നയിക്കപ്പെടുന്നവനല്ല. അവന് സാമൂഹ്യ ലക്ഷ്യങ്ങളും ഉണ്ട്. അയാളുടെ വ്യക്തിഗതമായ ആത്മനിഷ്ഠമായ ലക്ഷ്യങ്ങളിൽ പോലും അത് ഉൾച്ചേർന്നിരിക്കുന്നു. അയാളുടെ കൂട്ടത്തിൽ ഒരുവന് നീതി നിഷേധിച്ചാൽ, ഒരുവൾക്ക് നീതി നിഷേധിച്ചാൽ അയാൾ കലഹിക്കാൻ, പോരാടാൻ ഇറങ്ങിത്തിരിക്കും. പ്രണയം പോലും അതിനുശേഷമാണ്. പഴയ ദേവദാസ് അങ്ങനെ ആയിരുന്നില്ല. അയാൾക്ക് പ്രണയമുണ്ട്, പക്ഷേ ആ പ്രണയത്തിന് വേണ്ടി ലോകത്തോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് പോലും ഇല്ലാത്ത ഒരാൾ. പാർവതിയെ സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ചന്ദ്രമുഖിയുടെ സ്നേഹം സ്വീകരിക്കാനും കഴിയുന്നില്ല. ക്രമേണ അയാൾ സ്വന്തം ജീവിതത്തിൻ്റെ ഇരയായി മാറി. അവൻ്റെ പ്രതികരണം ആത്മനാശത്തിൻ്റെ വഴിയിലൂടെയായിരുന്നു. എന്നാൽ ഇവിടെ DCയിലെ ദേവദാസ് അങ്ങനെയല്ല. അയാൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ മനുഷ്യത്വമില്ലാത്ത സിസ്റ്റത്തിനെതിരെ തോക്കെടുക്കുന്നു. അധികാരത്തിൻ്റെ ഏജന്റുമാർക്കെതിരെ രംഗത്തിറങ്ങുന്നു, വെല്ലുവിളിക്കുന്നു, നേടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ദേവദാസ് ഒരു പരാജിത കാമുകൻ, നിരാശനായ പോരാളി ഒന്നും അല്ല. ഇയാൾ ഒരു പോരാട്ടത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത പോരാളിയാണ്. പാർവതിയും ചന്ദ്രയും ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമുണ്ട്. പേരുകൾ പഴയതാണല്ലോ, പക്ഷെ സ്ത്രീകൾ പുതിയ കാലത്തിൻ്റെതാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ 2 എണ്ണമാണ് സിനിമയിൽ ഏറ്റവും പ്രധാനം. ദേവദാസിൻ്റെ കഥയിൽ പാർവതിയും ചന്ദ്രമുഖിയും 2 വ്യത്യസ്ത ലോകങ്ങളാണ്. 2 കിടിലൻ കഥാപാത്രങ്ങൾ. അഭിനേതാക്കളുടെ കാര്യം പറയണ്ട. പാർവതിയാണ് ആദ്യം. കുറച്ചു നേരം കൊണ്ട് വിസ്മയിപ്പിച്ച് പാർവതി പോകും. സഞ്ജന കൃഷ്ണമൂർത്തിയുടെ മുഖം മറക്കില്ല. ലബ്ബർ പന്തിലും തഗ് ലൈഫിലും പരിമളയിലും ഒന്നും കണ്ട സഞ്ജനയല്ല ഇവിടെ. ഒരു പാട്ടിനും ഓർമ്മയ്ക്കും തോക്കിനും ഇടയിലേക്കാണ് പിന്നെ ചന്ദ്ര അടുത്തതായി കടന്നു വരുന്നത്. വാമികയുടെ ചന്ദ്ര. ഗോദയിലൂടെ മലയാളിക്കറിയാം വാമികയെ. പൃഥ്വിരാജിൻ്റെ 9 എന്ന സിനിമയിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. ഈ 2 സ്ത്രീ കഥാപാത്രങ്ങളും പഴയ ദേവദാസിൽ നിന്ന് സമ്പൂർണ്ണമായി വേറിടുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾ നിശ്ചലരല്ല. അവർ ദേവദാസിൻ്റെ തീരുമാനങ്ങൾക്കായി കാത്തു നിൽക്കുന്നവരും അല്ല. അതുകൊണ്ടാണ് DCയിലെ ചന്ദ്രയും പാർവതിയും വെറും പ്രണയകഥയിലെ കഥാപാത്രങ്ങളായി നിൽക്കാത്തത്. അവർ ദേവദാസിനൊപ്പം കഥയുടെ യാത്രയിലും പങ്കാളികളായി മാറുന്നു. ദേവദാസിനെ വ്യത്യസ്തമാക്കുന്നത് അയാളുടെ സാമൂഹ്യ ബോധം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. അത് പഠനാവശ്യത്തിനായി മകന് വേണ്ടി ജീവിതം കൈവിട്ടുപോയ, അത് അച്ഛന്, അങ്ങനെ കൈവിട്ടുപോയൊരു അച്ഛന് വേണ്ടി പോരാടുമ്പോൾ മുതൽ ലോഡ്ജിൽ അടിമകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി വരെ ഇറങ്ങുമ്പോൾ ബോധ്യപ്പെടും. പഴയ ദേവദാസ് ആയിരുന്നെങ്കിലോ ഒരുപക്ഷെ തൻ്റെ വേദനയുമായി അവിടെ നിന്ന് കരയുമായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടു നിൽക്കാനല്ല, ഇടപെടാനാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. പോലീസ്, ഭരണകൂടം, അധികാരത്തിൻ്റെ ഏജന്റുമാർ, നക്സൽ ബന്ധം, സുഹൃത്തുക്കളുടെ സാമൂഹിക ജീവിതം, ഇവയെല്ലാം ദേവദാസിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റുന്നു. പോലീസിനൊരു പുതിയ കഥ നിർമ്മിക്കാനുള്ള അവസരവും ആ
കൊലപാതകത്തിലൂടെ പോലീസുകാരനെതിരായ ഇവരുടെ നീക്കത്തിലൂടെ ലഭിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അധികാരം എങ്ങനെയാണ് ഒരു കഥയാക്കി മാറ്റുന്നത് എന്നതും സിനിമ പരിശോധിക്കുന്നു. അവിടെയാണ് ദേവദാസിൻ്റെ തോക്ക് സംസാരിക്കാൻ ആരംഭിക്കുന്നത്. ലൈംഗിക തൊഴിലാളികളെ രക്ഷിക്കുന്ന രംഗമുണ്ട്. ഒരൊറ്റ പോക്കിൽ അയാൾ മോചനത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പ്രതീകമായി അവതരിക്കുന്നുണ്ട്. അവിടെ തടവിലായിരിക്കുന്ന സ്ത്രീകളെ മുഴുവൻ മോചിപ്പിക്കുന്നു. തൻ്റെ പ്രണയത്തെ രക്ഷിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടുന്നു. ഇതിലാണ് സിനിമയുടെ ഹീറോയിസത്തിൻ്റെ ഒരംശം. ചന്ദ്ര എന്ന പേര് അവിടെ മറ്റൊരു ചെറിയ സാഹചര്യത്തിൽ പരാമർശിക്കുന്നുണ്ട്. ചന്ദ്രയുടെ പേര് ചോദിച്ച് അശ്ലീലമായി ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. എല്ലാം കഴിഞ്ഞ ശേഷം വലിയ പോരാട്ടത്തിന് ശേഷം ദേവദാസ് അയാളുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ പേര് അവസാനമായി നീ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചന്ദ്ര? അവിടെ ഒരു പേര് മാത്രമല്ല ഉച്ചരിക്കുന്നത്, ഒരു വ്യക്തിത്വം തിരിച്ചു പിടിക്കപ്പെടുകയാണ്. അവളെ ഒരു ശരീരമായി മാത്രം കണ്ടിരുന്ന അധികാര ഏജൻസിക്ക് മുന്നിൽ അവൾക്കൊരു പേരുണ്ടെന്ന് ദേവദാസ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ പ്രസ്താവന കൂടി അടങ്ങുന്നുണ്ട്. പഴയ ദേവദാസിൻ്റെ പ്രണയം അയാളെ ഉള്ളിലേക്ക് ചുരുക്കുന്നു. പുതിയ ദേവദാസിൻ്റെ പ്രണയം അവനെ വിശാല ലോകത്തിലേക്ക് തുറന്നുവിടുന്നു. പഴയ ദേവദാസ് സ്വയം നശിക്കുന്നു, പുതിയ ആൾ ശത്രുവിനെ നേരിടുന്നു. പഴയ ദേവദാസ് സമൂഹത്തോട് തോൽക്കുന്നു, പുതിയ ദേവദാസ് സമൂഹം സൃഷ്ടിച്ച അനീതിയോട് പോരാടുന്നു. തോക്കും പൂവും ആണ് ഈ സിനിമയിലെ മറ്റൊരു പ്രതീകം. DC-യെക്കുറിച്ച് സംസാരിക്കുമ്പം മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പരാമർശിക്കാൻ കഴിയാതെ പോകുന്നത് തോക്ക്, പ്ലാസ്റ്റിക് റോസ്. ഒരു വശത്ത് തോക്ക്, മറുവശത്ത് പൂവ്. ഇവ രണ്ടും സിനിമയിൽ ആവർത്തിച്ച് വരുന്ന ബിംബങ്ങളാണ്. സിനിമയുടെ സമഗ്രതയിൽ ഉള്ളടങ്ങുന്ന പ്രതീകങ്ങളെ അത് പ്രാതിനിധ്യവൽക്കരിക്കുന്നു. തോക്ക് എന്താണ്? അത് പോരാട്ടത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ, രോഷത്തിൻ്റെ, മരണത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. പൂവോ അത് പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, ഓർമ്മയുടെ, ജീവിതത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാലോ? പ്രണയവും പോരാട്ടവും ഒരുമിച്ച് വരുന്നു. അതുതന്നെയാണ് DC. ചില രംഗങ്ങളിൽ ദേവദാസിനെ കാണുമ്പോൾ ചെഗുവേരയുടെ നിഴൽ കാണിക്കാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. മരണത്തെ ഭയക്കാത്തൊരു പോരാളി, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ആയുധമെടുക്കുന്ന ഒരാൾ. എൻ്റെ തോക്കേറ്റ് വാങ്ങാൻ കൈകളുള്ളിടത്തോളം മരണം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രം ചെഗുവേരയുടേതാണ്. ദേവദാസും മരണത്തെ ഭയന്ന് പിൻവാങ്ങുന്ന ആളല്ല. അയാളുടെ ജീവിതത്തിൽ തോക്കൊരായുധം മാത്രമല്ല, അയാളുടെ നിലപാടിൻ്റെ ഭാഷയായി മാറുന്നുണ്ട്. ഇവിടെയാണ് DC-യിലെ റോസാപ്പൂവിന് മറ്റൊരു കൗതുകരമായ അർത്ഥതലം ലഭിക്കുന്നത്. പെറുവിയൻ ഗായികയും ഗാനരചയിതാവുമായ ചാമ്പുക്ക ഗ്രാൻഡ 1960-കളിൽ വിപ്ലവ കവി ജാവിയർ ഹറൌഡിനെ അനുസ്മരിച്ച് രചിച്ച ഒരു ഗാനത്തിൻ്റെ പേര് തന്നെ കവിയുടെ തോക്ക് ഒരു റോസാപ്പൂവാണ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. ഹറൌഡ് ഒരു കവിയും വിപ്ലവകാരിയുമായിരുന്നു. അവിടെ കവിയുടെ ആയുധവും പൂവും തമ്മിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. DC അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കൗതുകകരമായ പുതിയൊരു അർത്ഥതലം ലഭിക്കും. ഇവിടെയും തോക്കും റോസും ഒരുമിച്ചാണ് നടക്കുന്നത്. ഒന്ന് പോരാട്ടത്തെ സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് പ്രതീക്ഷയെ, പ്രണയത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അവസാന ഫ്രെയിമുകളിലേക്ക് എത്തുമ്പോൾ ആ തോക്കും റോസും വെറും വസ്തുക്കളായി തോന്നില്ല, അവ സിനിമയുടെ ആശയമായി മാറുകയാണ്. അരുൺ മാതേശ്വരൻ്റെ മുൻ സിനിമകളെ പരിചയമുള്ളവർക്ക് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് വ്യക്തമായി കാണാൻ കഴിയും. അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ, അധികാരം, പക, രക്തം, തോക്ക്, വേദന, പ്രതികാരം ഒക്കെ കടന്നു വരും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമാ ഭാഷയാണ്. ലോകേഷ് കനകരാജ് ദേവദാസിലൂടെ ഒരു സംവിധായകൻ്റെ സൃഷ്ടിയായ കഥാപാത്രത്തെ മറ്റൊരു സംവിധായകൻ അവതരിപ്പിക്കുന്നതിൻ്റെ ഉയർച്ച നമ്മളെ അനുഭവിപ്പിക്കുന്നു. അനിരുദ്ധ് പ്രത്യേകിച്ച് നമ്മളെ തോക്കിന് ഒരു ശബ്ദം കൊടുക്കുമ്പോൾ DC-യുടെ മറ്റൊരു തലത്തിലേക്ക്, DC-യെ ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് അനിരുദ്ധ് സംഗീതത്തെ ഉയർത്തുന്നു. മാതേശ്വരൻ്റെ ദൃശ്യഭാഷ അനിരുദ്ധിൻ്റെ സംഗീതം പുതിയ തലം സമ്മാനിക്കുന്നു. തോക്ക് പൊട്ടുമ്പോഴും സംഘർഷം രൂപപ്പെടുമ്പോഴും നമ്മൾ കേട്ട് ശീലിച്ച പശ്ചാത്തല ഗാനമോ സംഗീതമോ ശബ്ദമോ ഒന്നുമല്ല നമുക്ക് ലഭിക്കുക. പ്രണയത്തിനും പ്രതീക്ഷയ്ക്കും പോരാട്ടത്തിനും സംഘർഷത്തിനും എല്ലാം ഉള്ള ഒരു പ്രത്യേക ഭാവം സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംഗീതം തന്നെ അതിന് ഉണ്ട്. ചുരുക്കത്തിൽ കണ്ടു തുടങ്ങിയാൽ പിന്നെ രക്ഷയുമില്ലാത്ത പോക്കാണ്. സിനിമ നിങ്ങളെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു രംഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു വെടിയുണ്ടയിൽ നിന്ന് മറ്റൊരു വെടിയുണ്ടയിലേക്ക്, ഒരു പ്രണയത്തിൽ നിന്ന് മറ്റൊരു പ്രതികാരത്തിലേക്ക് എന്ന മട്ടിൽ കൊണ്ടുപോകും. അവസാനം എത്തുമ്പോൾ സിനിമ വീണ്ടും ദേവദാസിനെ ഓർമ്മിക്കുകയും ചെയ്യും. ദേവദാസ് എന്തിന് തോൽക്കണം? ആ ചോദ്യം ഉയരും. മാതേശ്വരൻ്റെ ദേവദാസ് അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ തോൽക്കുന്നില്ല. പ്ലാസ്റ്റിക് റോസും തോക്കും ചന്ദ്രയും ദേവദാസും. പഴയ ദേവദാസിൻ്റെ കയ്യിൽ മദ്യക്കുപ്പിയായിരുന്നു, മനുഷ്യനെ തൊലക്കുന്ന മദ്യം. പുതിയ ദേവദാസിൻ്റെ കയ്യിൽ തോക്കാണ്. ഒടുവിൽ ദേവദാസും ചന്ദ്രയും കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ അപ്പോഴും ആ തോക്കുണ്ട്, ആ പൂവുണ്ട്. പ്രതീക്ഷയുടെ പൂവും അതിജീവനത്തിന് പോരാട്ടത്തിൻ്റെ തോക്കും. അതാണ് DC-യുടെ രസകരമായ ഒരു അനുഭവം. നമസ്കാരം.